ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊരു വള്ളിയാക്കല്ലേ ആ വരാടാ പോവാ പടത്തിനോ റസീമാന്റെ വാപ്പ വെട്ട് ആടാ രണ്ടാളും കൂടി വണ്ടി കയറ്റിക്കടാ. എടാ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ എന്റെ കൂടെ ഇറക്കരുതെന്ന്. എടാ വണ്ടി ഇറങ്ങി വാപ്പ പ്രശ്നം ഡാ വണ്ടി ഇറങ്ങടാ. വണ്ടി കൊണ്ട് വീട്ടിൽ കൊണ്ടേക്ക് വിശേറെ ജീണ്ട് വന്നാ. നിന്റെ മോന്റെ കൂടെ മേലാല് നടക്കരുത്, അവന്റെ വണ്ടി തൊട്ട് വരുത്. ഇജ് ഒരൊറ്റ ആളാണ് ഇവിടെ കാക്കണേ, മനസ്സിലായോ? എടാ ഉസിയാറജാതെ വിടറാ, എനിക്കറിയണമെന്നല്ല എന്റെ പല സ്വഭാവം. അയാൾ അങ്ങനെയാണ്, ഇത് കാര്യമൊക്കെ ഉണ്ടാ പോട്ടെ. ഞാനതൊക്കെ എപ്പോഴും വിട്ടണ സീമേ. എന്താലേ കുടിയും വലിയൊക്കെ നിങ്ങളും എന്നിട്ട് എന്റെ വാപ്പ പറയാ ഞാനാണ് എന്നെ വെടുക്കാക്കണേ. എന്താടാ എടാ അത് മാത്രല്ല വണ്ടിക്ക് കുറെ കാര്യമൊക്കെ ഉണ്ടാ, അത് വിട്. അതൊക്കെ ശരിയാടാ സീമേ. പക്ഷെ എന്നെ എപ്പോഴാണ് വെടുക്കാക്കി. ഞാൻ ഇശിനെ നിങ്ങളൊക്കെ എല്ലാ പ്രശ്നത്തിനും ഞാൻ കൂടെ നിന്നിട്ട് എന്നിട്ട് കുറ്റം മൊത്തം എനിക്ക്. ഹലോ ഇത്താ, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോണോ ഉസിയാറെ? ഞാൻ ഇപ്പൊ വരടാ. അയൽവാസിന്ന് സാധനം വാങ്ങി കൊടുക്കാൻ പറഞ്ഞു, മറന്നുപോയി. രാവിലെ ഏൽപ്പിച്ചാണ്. എനിക്ക് വേറെ പണിയില്ല ഉസിയാറെ. ആര് വിളിച്ചാലും അവരുടെ കൂടെ പോവാ, എന്ത് പണി ഏൽക്കുക. എടാ നോ പറയണത് നോ പറയണം. അത് ചെറുപ്പം മുതൽ ശീലാടാ. ആരെന്ത് പറഞ്ഞാലും അങ്ങ് കയറി കേൾക്കും. നോ പറയാൻ നമുക്ക് അറിയില്ല. അതാ എന്റെ പ്രശ്നം. എടാ ഉസിയാറെ ചെറിയൊരു പ്രശ്നം പറടാ. എടാ എന്റെ ഏട്ടന് പോക്കറ്റ് തപ്പിപ്പോ ആൻസും സിഗരറ്റും പിടിച്ചടാ. ഞാൻ അത് എന്റെ തന്നെ പറഞ്ഞു, ഇതൊന്നും സംസാരിക്കോ? എടാ എന്തിനാടാ ഇന്റെ പേര് പറഞ്ഞത്? ഞാനതൊന്നും യൂസ് ചെയ്യില്ലല്ലോ, നിങ്ങളെല്ലാതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാര്. ഞാൻ എന്തായാലും വരാം, അയ്യോടെ നിക്ക് സംസാരിക്കാം. ഇതേപോലത്തെ കൂട്ടുകാര് ഇശിനെ എന്താ വരാൻ പറഞ്ഞു? എന്താടാ? ഇന്റെ അനിയനെ വിടക്കാക്കണ നീയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഇതാണ് നിങ്ങൾക്ക് പരിപാടി. ഇനി അവന്റെ കൂടെ നടക്കരുത് കേട്ടാ നായി. ഇങ്ങോട്ട് വരരുത് പിള്ളേരെ വടക്കാക്കാനായിട്ട്. എവിടാണ് നമ്മൾ ഒരുപാട് ആത്മാർത്ഥത കാണിക്കണത് അവിടെ നിന്നായിരിക്കും നമുക്ക് ആദ്യം പണി കിട്ടും. എല്ലാവരുടെ പ്രശ്നത്തിനും നമ്മൾ കൂടെ നിന്ന് കൊടുക്കും. നമുക്കൊരു പ്രശ്നം വന്ന ഒരു പക്ഷെ ആരും ഉണ്ടാവില്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കണം നല്ലത്. പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. ആര് വിളിച്ചാലും അവരുടെ കൂടെ പോകും. അതാണ് പ്രശ്നം അതാണ് പ്രപഞ്ച സത്യം. പക്ഷെ നമ്മൾ ഒറ്റക്കാണ്.